ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ലൈഫ് ഇന്ന് വളരെ ബിസി ആയിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ ബിസിയാണ്, ഇന്നൊരു ഹെക്ടിക് ഡേ ആണെന്ന് നിങ്ങൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു എമർജൻസി ഫിസിഷ്യൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വളരെ ക്രിട്ടിക്കലായിട്ട് ആക്സിഡന്റ് കേസുകളും വളരെ ക്രിട്ടിക്കലായിട്ട് ശ്വാസം മുട്ടലും അതുപോലെ ഹാർട്ട് അറ്റാക്കും പാമ്പ് കടിച്ചതും വിഷം കുടിച്ചതും എല്ലാ രോഗികളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ശരിക്കും ഞാൻ പറയേണ്ടത് എന്താണ്? എല്ലാ ദിവസവും ഹെക്ടിക് ആണെന്നല്ല എനിക്ക് പറയേണ്ടത് അല്ലേ? ഞാൻ അങ്ങനെയല്ലേ പറയേണ്ടത്? എന്നാലോചിച്ച് നോക്കി. ഒരു HOD ആയിട്ട് ഞാൻ ഏകദേശം 8 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് 30-35 ഡോക്ടർമാരാണ് എൻ്റെ അടിയിലുണ്ടായിരുന്നത്, എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തത്. അപ്പോൾ അവരെയും നോക്കണം, അക്കാഡമിക്സ് നോക്കണം, അതോടൊപ്പം ഈ ഓരോ കേസിനും ഞാൻ റെസ്പോൺസിബിൾ ആയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ള സ്ട്രെസ്. പക്ഷെ ആ സമയത്ത് ഞാൻ ഹെക്ടിക് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കാണും. അപ്പോൾ ഹെക്ടിക് ആണോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോഴും വിഷമത്തിലായിരിക്കും. അപ്പം അതിന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ലോകമെമ്പാടും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ട്രയാജ് മെത്തേഡ് എന്നുള്ളത്. ട്രയാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പേഷ്യന്റ് വന്നാലും അതിനെ റെഡ്, യെല്ലോ, ഗ്രീൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് വളരെ ക്രിട്ടിക്കലാണ്, നമ്മളിപ്പോൾ തൊട്ടില്ലെങ്കിൽ മരണപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികളോ അല്ലെങ്കിൽ മരണപ്പെട്ട് തന്നെ വന്ന വ്യക്തികളെല്ലാം റെഡിലാണ്. ആ 1-2 മിനിറ്റിനകത്ത് അത് ആക്ട് ചെയ്യണം. രണ്ടാമത്തത് യെല്ലോ ആണ്, അതായത് കുറച്ച് നേരം, ഒരു 20 മിനിറ്റോ 40 മിനിറ്റോ ഒക്കെ വൈകിയാലും കുഴപ്പമില്ലാത്ത രോഗികൾ. മൂന്നാമതൊരു കാര്യമുണ്ട്, ചിലപ്പം നഖത്തിൽ ചിലപ്പോൾ പഴുപ്പായിട്ട് വരും. രോഗിക്ക് അത് വലിയ വേദന ഉള്ളതായിരിക്കും, പക്ഷേ ഇത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ തൊണ്ടവേദന വന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം ഗ്രീനാണ്. അപ്പം നമ്മൾ ആദ്യം ആരെയാണ് ആക്ട് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. റെഡിൽ തന്നെയല്ല ആക്ട് ചെയ്യേണ്ടത്. റെഡിനെ നമ്മൾ ഉടനെ നോക്കണം അല്ലേ? പിന്നെ അതിനുശേഷം യെലോയും നമ്മൾ നോക്കണം. ഗ്രീൻ നമ്മൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഒത്തിരി തിരക്കുള്ളെങ്കിൽ അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഒരു ദിവസത്തിൽ 1000 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ 40 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, 20 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. നിങ്ങളിത് ഈ 3-4 ഡിവൈഡ് ചെയ്യണം. റെഡ് ഏതാണ്? ഞാൻ ചെയ്തില്ലെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനം എന്താണ്? അത് മിക്കവാറും നിങ്ങൾ ചെയ്യും, കാരണം ചെയ്തേ പറ്റൂ. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ അടച്ചില്ലെങ്കിൽ നാളെ കട്ട് ചെയ്യുമെങ്കിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ, നിങ്ങൾ ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ യെലോയും കൂടെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെയ്തില്ലെങ്കിൽ അത് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 ദിവസം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് വരും. യെല്ലോ കൂടെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഗ്രീൻ നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സമയം ഉണ്ടെങ്കിൽ ഗ്രീനിലോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഒരു ട്രയാജിങ് സിസ്റ്റം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരിക. ഏതൊരു കാര്യം എടുത്താലും നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. റെഡ് ആണോ, യെല്ലോ ആണോ, ഗ്രീൻ ആണോ? റെഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തേ പറ്റൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം അങ്ങ് ചെയ്ത് തീർക്കുക. യെല്ലോ ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടയറിൽ ഒരു ആണി കയറി, അപ്പം പഞ്ചറായി, അതൊരു റെഡാണ്. ഇമീഡിയറ്റ്ലി നമ്മൾ കറക്റ്റ് ചെയ്തേ പറ്റൂ. കുട്ടിക്ക് നല്ല പനിയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ചു, അപ്പോൾ നമ്മൾ ചിലപ്പോൾ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ചില റെഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ആ റെഡ് നമ്മൾ ചെയ്തേ പറ്റൂ, കാരണം നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദിത്വം. അതേ സമയത്ത് ഇലക്ട്രിസിറ്റി ബില്ല് ഇന്ന് അടച്ചില്ല, നാളെ കട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയായിരുന്നു. ശരിക്കും അത് യെല്ലോ ആയിരുന്നു. നമ്മൾ യെല്ലോ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ നമ്മളത് നേരത്തെ ചെയ്യാത്തതുകൊണ്ട് അത് ഇപ്പോൾ റെഡിലായി. അതുകൊണ്ട് ഇന്ന് ജീവിതം തിരക്കായിട്ട് തോന്നും അല്ലേ? നമ്മുടെ ജീവിതം ഭയങ്കര ടൈറ്റായിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ നേരത്തെ ചെയ്യായിരുന്നു, ഒരു ഇമെയിൽ പ്രോപ്പറായിട്ട് അയച്ചിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ധൃതി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വഭാവം എന്തോ, എല്ലാം ഏറ്റവും അവസാനത്തേക്ക് വേണ്ടി വെക്കും, ഒന്നും ആ സമയത്ത് ചെയ്യില്ല. മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഏറ്റവും അവസാനം. അതായത് 12 മണിക്കാണ് ചെയ്യുന്നതെങ്കിൽ 11:59 വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ 12 മണി കഴിഞ്ഞിട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ ഒരു മടിയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ആ മടി മാറ്റിയാൽ ഈ ലൈഫ് നമ്മൾ ഹെക്ടിക് ആണ് അല്ലെങ്കിൽ ലൈഫ് ബിസി ആണെന്ന് നമ്മൾ പറയില്ല. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയും. ഞാൻ ആക്ച്വലി ചൈനയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ പല യാത്രകൾ ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഷേഖ് ഖലീഫ ഹോസ്പിറ്റലിൽ. അവിടെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. PRS ഹോസ്പിറ്റലിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, കോഴ്സുകൾ എടുക്കുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറം ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനെക്കാട്ട് ചെയ്യുന്ന വ്യക്തികളും കാണും. പക്ഷേ നമ്മളത് ലൈഫ് സ്ട്രക്ചർ ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ ഇതിനു വേണ്ടിയാണ്, അടുത്ത മണിക്കൂർ ഇതിനു വേണ്ടിയാണ്, അടുത്ത മണിക്കൂർ ഇതിനു വേണ്ടിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നേരത്തെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ലൈഫ് എപ്പോഴും ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് ലൈഫിനെ പ്ലാൻ ചെയ്യാനായിട്ട് ഈ രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാനായിട്ട് വരും. പിന്നെയെങ്കിലും ലൈഫ് ഹെക്ടിക് ആണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് ചിന്തിക്കുക. ഈ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട്, അതായത് എങ്ങനെ പ്രോപ്പറായിട്ട് ലൈഫിനെ പ്ലാൻ ചെയ്യാം, നമ്മുടെ ഫോക്കസ് എങ്ങനെ കൂട്ടാം, പ്രൊഡക്ടിവിറ്റി എങ്ങനെ നമുക്ക് 4x 5x ആക്കാം, അതുപോലെ നമ്മുടെ മടി എങ്ങനെ മാറ്റാം, ലൈഫിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, നമുക്ക് അടുത്ത ലെവലിലോട്ട് മാറാം. സാധാരണ നമ്മൾ കംഫോർട്ട് സോണിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഒരു ജോലി കിട്ടിയാൽ ആ ഒരു കംഫോർട്ടിൽ ജീവിക്കും. ജീവിതകാലം മൊത്തം ആ ജോലി കാണും, നമുക്കൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്നത്. നമ്മൾ ഒരിക്കലും ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. അടുത്ത ലെവലിലോട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോളജ് കൂട്ടാനോ സ്കില്ല് കൂട്ടാനോ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ ഒരു കപ്പൽ കയറി അങ്ങ് ഇരിക്കുകയാണ്. ആ കപ്പൽ എങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കപ്പൽ ഏതെങ്കിലും ദിശയെ കൊണ്ട് എത്തിക്കും. അത് ഏതായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാണ് പല ആളുകളും ജീവിക്കുന്നത്. അങ്ങനെയല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അടുത്ത ലെവലിലോട്ട് പോകാനായിട്ട് എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ വേണം,
അത് ചിന്തിക്കുക, അത് നേരത്തെ എഴുതി വെക്കുക. അതിനുശേഷം അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂറിലെ അരമണിക്കൂറെങ്കിലും അതിന് വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഫോക്കസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്തും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോഷൻ കിട്ടും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സാലറി കൂടും, നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടും. പക്ഷെ ആ ഒരു കംഫോർട്ട് സോണിൽ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾ ഇരുന്നു പോകും. അടുത്ത ലെവലിലോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അപ്പം ജീവിതത്തിൽ 3ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിവൈഡ് ചെയ്യുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നത് ഏറ്റവും അവസാനമേ ചെയ്യാവൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പല ആളുകളും പറയും, എൻ്റെ ജീവിതം ഇത്രയും ടൈറ്റാണ്, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുടുംബകാര്യങ്ങൾ നോക്കണം, ഡോക്ടറിന് ഇങ്ങനെ സംസാരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇത്രയധികം കാര്യം ഞാൻ ചെയ്യുന്നത് പറഞ്ഞത്. ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട്, 3 ബുക്കുകളാണ് ഈ വർഷം ഞാൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പറ്റണമെങ്കിൽ, എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. കാരണം ഞാൻ ഒട്ടും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ ലൈഫ് എപ്പോഴും ബിസി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എനിക്ക് മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്, സിസ്റ്റമാറ്റിക് ആക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആക്കി ജീവിക്കേണ്ടതാണോ ലൈഫ് എന്ന് പല ആളും ചോദിക്കുക. അപ്പം വളരെ യാന്ത്രികമായിട്ട് തോന്നില്ലേ? അല്ല, നിങ്ങൾ ഒത്തിരി ഫ്രീ ആവും. ഞാൻ വൈകുന്നേരം എൻ്റെ മോള് വരുന്ന സമയത്ത് ഞാൻ കളിക്കും. എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു കാര്യമാണ്. പുറത്ത് സൈക്കിൾ ഓട്ടാൻ പോകുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ ടൈം പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. അപ്പോൾ അതേ സമയത്ത് എൻ്റെ അടുത്ത ലക്ഷ്യത്തിലോട്ട് ഞാൻ എല്ലാ ദിവസവും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അമ്പ് നമ്മൾ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ദിവസം അത് കറക്റ്റായിട്ടുള്ള ലക്ഷ്യത്തിൽ കൊള്ളും, അതുവരെ ചെയ്തുകൊണ്ടിരിക്കുക. ലക്ഷ്യമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള നോക്കേണ്ടത്. നമ്മൾ എല്ലാ ദിവസവും നമ്മളുമായിട്ടായിരിക്കണം കോമ്പറ്റീഷൻ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടന്നു, മറ്റുള്ളവർക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നുള്ള കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതും കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ആവില്ല. നമ്മൾ ചെയ്യേണ്ടത് ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്, അത് ആ ലക്ഷ്യം കണ്ടെത്തിയിട്ട് അതിലോട്ട് നമ്മൾ എല്ലാ ദിവസവും ഫോക്കസ് ചെയ്യുക. റിസൾട്ട് ഉണ്ടാവും, റിസൾട്ട് 1 ദിവസമോ 2 ദിവസം കൊണ്ട് ഉണ്ടാവില്ല. അതാണ് മോട്ടിവേഷൻ പല ആളുകൾക്കും പോകുന്നത്. അത് നമ്മൾ മറക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക, അത് മാത്രം ചിന്തിക്കുക. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ടായിരിക്കും. ഒരു ബുക്ക് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് പറ്റും, ഒരു സമയം എടുക്കും. ഞാൻ 4 വർഷം എടുത്തൊരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഞാൻ എഴുതിയത്. എൻ്റെ മിക്ക ചാപ്റ്ററും കംപ്ലീറ്റ് ആയത് ഈ ജാനുവരി തുടങ്ങി ഇപ്പം ഈ ഒരു ടൈം കൊണ്ടാണ്. മിക്ക ചാപ്റ്റേഴ്സും ഞാൻ നല്ലോണം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉറപ്പായിട്ട് പബ്ലിഷ് ചെയ്യും. ഇതൊക്കെ എൻ്റെ ലൈഫ് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടം ഞാൻ കണ്ടെത്തി, ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കും പറ്റും. ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ എന്നെ വലിയ ഒരു വ്യക്തിയാക്കി കാണുന്നതല്ല. നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ലൈവ് എക്സാമ്പിൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഇതുപോലെ തന്നെയാണ് അവരുടെ ജീവിതം കണക്കാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടെ സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ ഒരു മെത്തേഡോട് പറഞ്ഞത്. അതായത് ട്രയാജ് ചെയ്യുക, ജീവിതത്തിനെ പ്രോപ്പറായിട്ട് ട്രയാജ് ചെയ്യുക, നമ്മുടെ ലക്ഷ്യം വെച്ച് അതിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. 1 വർഷം എന്ന് പറയുമ്പം അത് 1 വർഷമല്ല, ശരിക്കും അതിൻ്റെ അകത്ത് 12 മാസങ്ങളുണ്ട്, 52 ആഴ്ചകളുണ്ട്, 365 ദിവസങ്ങളുണ്ട്. അതുപോലെ ഓരോ ദിവസവും 86,400 സെക്കൻഡുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് 1 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ അടുത്ത ലെവലിലോട്ട് എങ്ങനെ പോകാം, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, പ്രോപ്പറായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്ത കാര്യം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 250+ മിനിറ്റ് വീഡിയോ ആണ്. അത് കണ്ടിരിക്കുക. പല ആളുകളുടെയും ജീവിതം എനിക്ക് മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റീസ് ഓരോന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.